മാമ്പഴം കൊണ്ട് വെറൈറ്റി ആയിട്ടുള്ളൊരു കൂട്ടാനാണ് ഈ പ്രാവശ്യം നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. ചെറിയ മാങ്ങകളാണ് ഞാൻ ഇതിനെടുത്തിരിക്കുന്നത്. കണ്ടു, ഈ മാങ്ങയൊക്കെ നമുക്ക് തോല് ഉരിഞ്ഞെടുക്കാം. നല്ല മധുരമുള്ള മാമ്പഴമാണത്. ഒരു പ്രാവശ്യമെങ്കിലും വെച്ച് നോക്കൂട്ടോ. വലിയ മാങ്ങയാണെങ്കിൽ കഷ്ണങ്ങളാക്കി പീസുകളാക്കി വെക്കണം, എന്നാലും ഇത്ര ടേസ്റ്റ് കിട്ടില്ല തോന്നുന്നുണ്ട്. ഇതിനെയൊക്കെ നമ്മൾ ചെറിയ ആ തോലുരിച്ചെടുക്കുക. തോലുരിച്ചെടുത്ത് അത് കണ്ടു ഇതേപോലെ എല്ലാം ഉരിച്ചെടുക്കുന്നത്. ഇനി നമുക്കൊരു പാനിലാക്കി അടുപ്പിൽ വെക്കാം കേട്ടോ. ഒരു കപ്പ് വെള്ളം ഒഴിച്ച് നല്ലതുപോലെ തിളപ്പിക്കുക. കുറച്ച് ഉപ്പ് ഇടുക നമുക്ക് ആവശ്യത്തിന്. അതൊക്കെ നിങ്ങളുടെ ആവശ്യത്തിന് ഇട്ടോ, ഉപ്പ് എരിവൊക്കെ. ഇത് ശർക്കര പൊടിയാണ്. വെല്ലം പാനിയൊക്കെ ഉപയോഗിക്കുക. ഞാൻ ശർക്കര പൊടിയാണ് ഇടണേ. ഇതിൽ കല്ലും ഇതൊന്നുമില്ല, നല്ല ശർക്കര പൊടിയാണ്. അപ്പോൾ ഞാനതിട്ട് തിളപ്പിക്കണം നോക്കാം. ഇത് തിളച്ച് വരുമ്പോൾ നമുക്ക് വേറൊരു ഇതുണ്ട്, തിളച്ച് വറ്റട്ടത്. അതിലൊരു 3 ടീസ്പൂണോ 2 ടീസ്പൂണോ നെയ്യ് മുന്തി നിൽക്കണം. നെയ്യിൽ വേണം അത് ഉണ്ടാക്കാൻ. ഞാൻ 3 ടീസ്പൂൺ ഒഴിച്ചിട്ടുണ്ട്. പിന്നീട് നമുക്കൊരു 1.25 കപ്പ് തേങ്ങ, എരിവിന് ആവശ്യമുള്ള മുളക് പൊടിയാണ്, നിങ്ങളുടെ എരിവിന് ആവശ്യമുള്ളത്തോളൂ. കുറച്ച് മഞ്ഞൾപ്പൊടി, ജീരകമൊന്നും ഇടില്ല. കുറച്ച് തൈരും കൂടി, അധികം പുളിയില്ലാത്ത കട്ട തൈരും കൂടിയിട്ട് നമ്മളത് അരയ്ക്കണം. മിക്സ് ചെയ്ത് അരച്ചു. അതാണ് അതിൻ്റെ കൂട്ട്, വേറെ ഒന്നുമില്ല. എളുപ്പം പണി കഴിയും. കുറച്ച് കരിവേപ്പിൻ്റെ ഇലയും കൂടി ഇരിക്കുന്നുണ്ട്. ഇതൊക്കെ തിളച്ച് വറ്റി അതിലേക്ക് നമ്മൾ ഈ അരപ്പൊഴിക്കണം. നമ്മുടെ കൂട്ട് കുറച്ചും കൂടി വെള്ളം ഇതാക്കി എടുക്കാം. മിക്സിയുടെ ജാറ് കഴുകിയിട്ടെടുക്കുക. അത്രയേ വേണ്ടോ, അധികം വെള്ളമൊന്നും വേണ്ടത്. ഈ ഇതിൽ കിടന്ന് കുറുകി എന്താ അതിൻ്റെ ടേസ്റ്റ് എന്നറിയൂ. ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കൂ കേട്ടോ. ഇത് തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓഫ് ചെയ്യാം. കുറുകി തന്നെ ഇരിക്കിയത്, അധികം വെള്ളമൊന്നും ഉണ്ടാവില്ല. മാമ്പഴ പുളിശ്ശേരിയൊക്കെ മാറി നിൽക്കണം, അത്രയും ടേസ്റ്റാണത്. ഇനി ഇതിൽ നെയ്യിൽ തന്നെ വറുത്തിടണത്. വെളിച്ചെണ്ണയൊന്നും യൂസ് ചെയ്യരുത്. ഒരു 2 ടീസ്പൂൺ നെയ്യ് ഒഴിക്കുക. കടുക്, ഉലുവ, വറ്റൽമുളക്, കരിവേപ്പിൻ്റെ ഇല, ഇത്ര മാത്രം, വേറെ ഒന്നും അതിൽ ഇടരുത്. ഇത് മാത്രം. അതിൽ കരിവേപ്പിൻ്റെ ഇലയും കൂടി ഇട്ട് കഴിഞ്ഞാൽ സംഭവം റെഡി. നമ്മുടെ നെയ്യ് മാമ്പഴം കൂട്ടാൻ റെഡി ആയിട്ടുണ്ട്. ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കൂട്ടോ. ഇന്നത്തെ വെറൈറ്റി മാമ്പഴ കൂട്ടാൻ ഇതാണ്. അടിപൊളി ടേസ്റ്റാണ്. ഉണ്ടാക്കാൻ മറക്കരുത്. നല്ലോണം മാമ്പഴം കിട്ടണം. മറ്റേ കട്ട് ചെയ്തിട്ടിട്ട് മാങ്ങയും വെക്കാം കേട്ടോ. ഇത്രയും കൂടെ ആ മാങ്ങ പിഴിഞ്ഞെടുക്കുന്ന ടേസ്റ്റ് കിട്ടില്ല എന്ന് മാത്രം. മറ്റേതാകുമ്പോൾ. താങ്ക് യു ഫോർ വാച്ചിങ്. ലൈക്ക്, കമൻറ്റ്, സബ്സ്ക്രൈബ്, ഷെയർ എല്ലാം ചെയ്യാൻ മറക്കരുതേ കാണുന്നവർ. താങ്ക് യു.